ഡിവൈഎഫ്ഐ ഭാരവാഹികളുടെ പ്രായപരിധി 38 വയസ്സാക്കണം എന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിർദ്ദേശത്തിനെതിരെ കടുത്ത വിമർശനം. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഫ്രാക്ഷനിലായിരുന്നു MV ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള ഷിജു ഖാനെ വെട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രായപരിധി കുറയ്ക്കുന്നത് എന്നാണ് പ്രധാനമായും ഉയർന്ന വിമർശനം. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചിന്താ ജെറോമിന്റെ പേരാണ് MV ഗോവിന്ദൻ നിർദ്ദേശിച്ചത്. കല്യാശ്ശേരി MLA ആയ M വിജിൻ സംസ്ഥാന സെക്രട്ടറി ആയേക്കും. ഡിവൈഎഫ്ഐയിലും പ്രായപരിധി നടപ്പാക്കാനുള്ള നിർദ്ദേശം ചില നേതാക്കളെ മാത്രം ലക്ഷ്യമിട്ട് കൊണ്ടുവരുന്നതോ? കാണാം RDX റാപ്പ്. ഡിവൈഎഫ്ഐ സംസ്ഥാന ഫ്രാക്ഷനിലാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ കടുത്ത വിമർശനമുയർന്നത്. ഏകപക്ഷീയമായി ഡിവൈഎഫ്ഐ സംസ്ഥാന ഭാരവാഹികളുടെ പ്രായപരിധി 38 തീരുമാനിച്ചതാണ് വിമർശനത്തിന് വഴിയൊരുക്കിയത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിയാതെ MV ഗോവിന്ദൻ ഏകപക്ഷീയമായ തീരുമാനമെടുക്കുകയാണ് എന്നാണ് ഉയരുന്ന വിമർശനം. ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് MV ഗോവിന്ദൻ സ്വീകരിച്ചതെന്ന് M ഷാജർ ആരോപിച്ചു. ചിലരെ വെട്ടിനിരത്താനും ചിലരെ കയറ്റിയിരുത്താനുമാണ് ഈ തീരുമാനമെന്നും MV ഗോവിന്ദനെതിരെ വിമർശനമുയർന്നു. MV ഗോവിന്ദൻ സംസ്ഥാന ഫ്രാക്ഷൻ യോഗത്തിൽ വെച്ച ഭാരവാഹി പട്ടികയിൽ ന്യൂനപക്ഷ പ്രാതിനിധ്യം ഇല്ലെന്നടക്കം വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട്. ഫ്രാക്ഷൻ യോഗത്തിൽ തീരുമാനമായ ഭാരവാഹി പട്ടികയാകും സംസ്ഥാന സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുക. എതിർപ്പുകൾ ഉയർന്നതോടെ ഈ ഭാരവാഹി പട്ടികയിൽ മാറ്റമുണ്ടായേക്കുമോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. ഈ മാസം 19 തീയതി മുതൽ തൃശൂരിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിലാണ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുക. RDX റാപ്പ്, ന്യൂസ് മലയാളം. നമ്മുടെ മഹേഷ് ചന്ദ്രൻ റിപ്പോർട്ട് ചെയ്താണ്. 2 കാര്യങ്ങളുണ്ട്, നമ്മുടെ മാത്രം വാർത്തയാണ്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, MV ഗോവിന്ദനെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടായി. 2, പുതിയ നേതാക്കൾ ഇവരായിരിക്കും എന്ന കാര്യമുണ്ട്. അതെ, അതായത് ഫ്രാക്ഷനിൽ ഇതാണ് പാർട്ടി സെക്രട്ടറി നിർദ്ദേശിച്ചിരിക്കുന്നത്, ഇവരെ ആക്കണം എന്നാണ് മഹേഷ് റിപ്പോർട്ട് ചെയ്തത്. അതിലൊരു കാര്യം, സാധാരണ CPIMൻ്റെ ഒരു സ്വഭാവം വച്ചിട്ട് അതിൻ്റെ പാർട്ടി സെക്രട്ടറി ഡിവൈഎഫ്ഐയുടെ ഒരു ഫ്രാക്ഷനിൽ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി അവിടെ രൂക്ഷമായ വാദപ്രതിവാദങ്ങളോ തർക്കമോ വിമർശനമോ ഒന്നും ഉണ്ടാവാറില്ല. അതുണ്ടാകുന്ന ഒരു രീതിയല്ല, അതിൻ്റെ സംഘടനാ രീതിയുമല്ല. പക്ഷേ ഇവിടെ അതുണ്ടായി എന്നുള്ളത് വലിയ വാർത്ത തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല, സാധാരണ അതായത് ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ കാര്യം. അത് പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം രൂക്ഷമായ വിമർശനങ്ങളൊക്കെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടായിരിക്കും ഗൗതം മാഷ് അങ്ങനെ 2 പേര് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് വിചാരിക്കാൻ കഴിയൂ. അങ്ങനെ ആയിരിക്കുമല്ലോ അതിനെക്കുറിച്ച്. പക്ഷേ ഉയർന്ന വിമർശനങ്ങൾ പലതും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വിജിൻ MLA ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഈ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നതിനേക്കാൾ നല്ലത് സ്വതന്ത്രമായി കുറച്ചുകൂടി ഈ സംസ്ഥാനത്തെ മുഴുവൻ ഡിവൈഎഫ്ഐയുടെ കാര്യങ്ങളും നിരീക്ഷിക്കാൻ കഴിയുന്ന, അതിനെ നയിക്കാൻ കഴിയുന്ന ഒരാളെ നിർദ്ദേശിക്കുന്നതല്ലേ നല്ലത് എന്ന് സാധാരണ ഇതുവരെ രീതി അങ്ങനെയായിരുന്നു. അങ്ങനെ അല്ലാത്ത ആളുകൾ ഉണ്ടാകുന്നത് അങ്ങനെ പതിവല്ല. അപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള സംശയം ഇവിടെ ഉയർന്നു. മറ്റൊരു കാര്യം, ഈ പ്രായപരിധിയുമായി ബന്ധിച്ച് പെട്ടെന്നൊരു മാറ്റമുണ്ടായതാണ്. അത് CPIMൻ്റെ സെക്രട്ടേറിയറ്റിൽ നിന്നും ചർച്ച ചെയ്യാതെയാണ് ഇങ്ങനെയൊരു ആലോചനയിലേക്ക് വന്നത് എന്ന് ഡിവൈഎഫ്ഐ നേതാക്കന്മാർ ആരോപിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അതൊക്കെ അവരെ സംബന്ധിച്ച്, ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ ഒരു സാഹചര്യമാണ്. മാത്രമല്ല, ഈ SFIയിൽ പണ്ട് പ്രവർത്തിക്കുന്നവരുടെ ഇടയിൽ ഈ 30 വയസ്സ് വരെ ഭാരവാഹിത്വത്തിന് സാധ്യതയുണ്ടായിരുന്നപ്പോൾ പെട്ടെന്നൊരു 25 വർഷം മുതൽ ഇന്ന് പാർട്ടി തീരുമാനിച്ചു. അതിനുശേഷം സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു തലമുറ മുഴുവൻ ഒലിച്ചുപോയി നേതൃത്വത്തിലേക്ക് വരാതെ. ഒരു കാര്യം ഇന്ന് വന്നൊരു വാർത്ത എന്താ വെച്ചാൽ, ജനീഷ് നമ്മുടെ മന്ത്രി, അദ്ദേഹത്തെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് നിലനിർത്താൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്, അവരുടെ കെട്ടിടം പണി കഴിയുന്നത് വരെ. പക്ഷേ അവരുടെ സ്വഭാവമല്ലല്ലോ ഈ പാർട്ടിക്ക്, ഇവരുടെ ഈ സംഘടനക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം MLA ആയതുകൊണ്ടുള്ള കാര്യങ്ങൾ വരുമോ എന്നുള്ള കാര്യമുണ്ട്. പിന്നെ സത്യത്തിൽ നമ്മളെല്ലാം ചെറുപ്പക്കാരായതുകൊണ്ട് ഡിവൈഎഫ്ഐ ഈ 38 വയസ്സ് വരെ നിർത്തേണ്ട കാര്യമില്ല. കുറച്ചുകൂടി 60 വയസ്സ് വരെ യൗവനാണ് ഇപ്പം. അതല്ലേ, അതാണ് 65 വയസ്സ് വരെ ലോകാരോഗ്യ സംഘടന എങ്ങനെയൊക്കെ പറയുന്ന കാലത്ത് ഇങ്ങനെ ഈ 35 വയസ്സിലും 38 വയസ്സിലും ഒക്കെ നിർത്തേണ്ട കാര്യമുണ്ടോ? ഡിവൈഎഫ്ഐയുടെ സംഘടനാ ചട്ടക്കൂട് പ്രകാരം 40 വയസ്സ് വരെയാണ് സംഘടനയിൽ അംഗത്വവും ഭാരവാഹിത്വവും അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ പൊടുന്നനെ ഇത്തവണത്തെ സമ്മേളനത്തിൽ 38 വയസ്സാക്കി കുറക്കാനുള്ള തീരുമാനം ചില നേതാക്കളെ മാത്രം ലക്ഷ്യമിട്ടാണ് എന്നാണ് പ്രധാനമായും വിമർശനം ഉയരുന്നത്. മുൻപ് SFIയിൽ പ്രായപരിധി 25 വയസ്സാക്കി കുറച്ചപ്പോൾ ഒരു തലമുറയിലെ നേതാക്കൾ ഒന്നാകെയാണ് ഒഴിവാക്കപ്പെട്ടത്. അവരെ പിന്നീട് നേതൃത്വത്തിൻ്റെ മുൻനിരയിലൊന്നും നമ്മൾ കണ്ടിട്ടുമില്ല. അതുപോലെ ഡിവൈഎഫ്ഐയിലും ഒഴിവാക്കപ്പെടുന്ന നേതാക്കളെ പിന്നെ മറ്റു കമ്മിറ്റികളിൽ അവസരം നൽകാൻ സാധ്യതയുണ്ടാകില്ല. എന്നാൽ സംഘടനാ ഭാരവാഹിത്വം പ്രായം വിലയിരുത്തിയല്ല, സംഘടനാപരമായ ബോധമുള്ളവരെയാണ് നിയോഗിക്കേണ്ടതെന്ന അഭിപ്രായവും ഉയർത്തുന്നവരുണ്ട്. ഫീൽഡിലുള്ള നേതാക്കളെ സാങ്കേതികമായ കാരണങ്ങൾ പറഞ്ഞ് പിന്നീട് എവിടെയും കാണാത്ത തരത്തിൽ ഒഴിവാക്കുകയാണോ എന്ന ചോദ്യവും ഉയരുന്നുവെന്നാണ് പലരും പറയുന്നത്. എന്തായാലും ഡിവൈഎഫ്ഐയിൽ എന്തായിരിക്കും അവസാന തീരുമാനമെന്നറിയാൻ സംസ്ഥാന സമ്മേളനം കഴിയും വരെ കാത്തിരിക്കുക തന്നെ വേണം. RDX പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.